ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ആഗസ്റ്റ് 15-ൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യം സംരക്ഷിക്കുന്ന പട്ടാളക്കാർ അല്ലേ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഓരോ പോലീസുകാർക്കും അവർക്കാവട്ടെ നമ്മുടെ ഇന്നത്തെ ഏറ്റവും നല്ല സ്വാതന്ത്ര്യദിന ആശംസകളും ഒരു ബിഗ് സല്യൂട്ടും. കാരണം അവരാണ് നമ്മുടെ രാജ്യത്തെ അക്രമങ്ങളെയും അതിക്രമങ്ങളെയും എല്ലാം സംരക്ഷിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന സമൂഹം. നമ്മൾ ഏതൊരു പട്ടാളക്കാരനും അവൻ്റേതായ ഓരോ കൃത്യനിർവഹണങ്ങളുണ്ട് അല്ലേ. എൻ്റെ ഹസ്ബൻഡും ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് ആ ഡ്രസ്സിനോട് അതിയായ ബഹുമാനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയോടും പിന്നെ എല്ലാം കൊണ്ടും അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ നമുക്ക് ഇന്ന് ആ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ നമ്മൾ കുട്ടികളെ വളർത്തി വലുതാക്കിയത് കൊണ്ടോ അവരിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് അവരെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നത്. അവർ നമുക്കൊന്നും തന്നില്ലെങ്കിലും നമ്മുടെ ഹസ്ബൻഡിൻ്റെ ആ പെൻഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ തന്നെ സാധിക്കുന്നത്. അപ്പം ആദ്യം തന്നെ എൻ്റെ പട്ടാളക്കാരനായ അദ്ദേഹം മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിനാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുന്നത്. അത് പറയുമ്പോൾ എനിക്ക് ഏറെ സങ്കടവുമുണ്ട്. എന്നാൽ ഈ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഞാൻ ആ ഡ്രസ്സൊന്ന് വെറുതെ എടുത്തിട്ടതാണ്. ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിനു മുമ്പും ഞാൻ ഈ ഡ്രസ്സ് അദ്ദേഹത്തിൻ്റെ മുൻപിലും ഇട്ടിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഇടുന്നത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പ കാലഘട്ടങ്ങളിലെല്ലാം പറയും, സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നെല്ലാം കൊടിയെല്ലാം മേടിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ വയ്ക്കാറുണ്ട്. ഇപ്പോൾ കൊടിയൊന്നും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലൊരു കൊടിയും ഇല്ല. എങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ നല്ല ഓർമ്മകളെ അയവറുത്തുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ 26-ൽ എനിക്കൊരു നല്ല ഭാഗ്യം സിദ്ധിച്ചു. 26-ൽ ഡൽഹിയിൽ അന്ന് ദേവഗൗഡെ എന്ന് പറയുന്ന ആളായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. ആ സമയത്ത് എനിക്ക് ആ പരേഡ് ഗ്രൗണ്ടിൽ പോയി ആ പരേഡ് ലൈവായിട്ട് കാണാൻ സാധിച്ചു. ഡൽഹിയിലായിരുന്നു അതിൻ്റെ, അന്ന് ഞങ്ങൾ ലക്നൗവിലായിരുന്നു. ആ സമയത്തെ ആ ഓർമ്മകളും കൂടി ഞാൻ ഈ സമയത്ത് അയവിറക്കുകയാണ്. അപ്പം അതിൽ എൻ്റെ ഹസ്ബൻഡും പങ്കെടുത്തിരുന്നു ആ പരേഡ് ഗ്രൗണ്ടിൽ. അപ്പം ആ പരേഡ് കാണുവാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. വളരെ രസകരമാണ്. എല്ലാ പട്ടാളക്കാരും ഒരേപോലെ അതിൻ്റെ ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, അതേ പൊസിഷനിൽ ആ കൈയും കാലും എടുത്തിട്ട് ഇങ്ങനെ സല്യൂട്ട് ചെയ്യുന്ന ആ ഒരു രംഗം കാണേണ്ടത് തന്നെയാണ് ആ പരേഡ്. അതായത് റിപ്പബ്ലിക് പരേഡുമുണ്ട്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നുമുണ്ട് ഒരു ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാവും. അപ്പം എന്തൊരു രസകരമായിരുന്നു. അപ്പോൾ പട്ടാളക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ജീവിത രീതിയും അതുപോലെ തന്നെ പോലീസുകാർ അവരും നമ്മുടെ ഗ്രാമത്തിനും നമ്മുടെ ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്ന ആ ഒരു ഇതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. എത്ര നല്ല പാട്ടുകൾ, എത്ര നല്ല ഇത് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ആ ജനഗണമന എന്ന ആ ഗാനവും അതുപോലെ അഖിലാണ്ട മണ്ഡലം എന്ന ഗാനവുമാണ് പണ്ട് നമ്മുടെ സ്കൂളുകളിലെല്ലാം പാടിയിരുന്നത്. രാവിലെ അഖിലാണ്ട മണ്ഡലം, വൈകുന്നേരം ജനഗണമന അല്ലേ. അപ്പോൾ ആ ജനഗണമന വരി നമുക്ക് ആർക്കും തന്നെ അറിയാൻ പാടില്ലാത്തതില്ല. അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഓക്കെ ഗൈസ്, ബൈ.